തൃശൂർ പൂരം കലക്കലിൽ ADGPക്കെതിരെ മൊഴി നൽകി മന്ത്രി കെ രാജൻ. MR അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നറിഞ്ഞ് വിളിച്ചിരുന്നു. പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നും മന്ത്രി മൊഴി നൽകി. ത്രിതല അന്വേഷണ കമ്മീഷന് മുൻപാകെയാണ് മൊഴി നൽകിയത്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നമുക്കിപ്പം അഞ്ജു, ഈ അടുത്ത പൂരമിങ്ങെത്തി. ഇപ്പോൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം നടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടും മന്ത്രി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ മന്ത്രി രാജൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയും നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്? സേതു, നേരത്തെ തന്നെ ഈ മന്ത്രി പോലീസിന് ഈ തൃശൂർ പൂരം സംബന്ധിച്ചിട്ടുള്ള വിവാദത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മൊഴി കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് MR അജിത് കുമാറിന്റെ പേഴ്സണൽ നമ്പറിലും ഒഫീഷ്യൽ നമ്പറിലും വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രശ്നം സംബന്ധിച്ച് ഇത്തരത്തിൽ പ്രശ്നത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇടപെട്ടില്ല എന്നതാണ് മന്ത്രി ഇപ്പോൾ ത്രിതല അന്വേഷണ കമ്മീഷന് മുമ്പായി മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴിയാണ് അല്പം മുമ്പ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ പൂരം നടത്തിപ്പ് സുഗമമല്ലെന്ന് അറിയിച്ചിട്ടും അതിൽ ഇടപെട്ടിട്ടില്ല. കൃത്യമായിട്ടുള്ള വീഴ്ച MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കൂടി മൊഴി നൽകിയിട്ടുള്ളത്. ഈ അന്വേഷണം DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കാനിരിക്കെയാണ് മന്ത്രിയുടെ മൊഴി കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന സാഹചര്യമുള്ളത്. ഇത് ഏത് തരത്തിലാണ് അദ്ദേഹം DGP തലത്തിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ മൊഴി കൂടി പുറത്തേക്ക് വരുന്നത്. അത് ഏത് തരത്തിൽ അദ്ദേഹത്തിന്റെ കരിയർ ജീവിതത്തെ ബാധിക്കുമെന്നത് കൂടി ഇപ്പോൾ ഇനി നോക്കി കാണേണ്ടിയിരിക്കുന്നു. സേതു, ജയപ്രകാശ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജന്റെ മൊഴി വന്നിരിക്കുന്നു. ഈ സംഭവ സ്ഥലത്തുണ്ടായിട്ടും ADGP ഫോൺ എടുത്തില്ല എന്നുള്ളത്, മന്ത്രി പലവട്ടം വിളിച്ചിട്ടും എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്നത് അന്നു മുതൽ തന്നെ ചർച്ചയായ കാര്യവുമാണ്.